പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. മാഷാഅല്ലാഹ്, അദ്ദേഹത്തെ കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം. നമ്മുടെ ജിദ്ദ വിഖായയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം സ്പോർട്സിൽ മാസ്റ്റർ ബിരുദമുള്ള ആളാണ്. UK-യിലും മറ്റുമൊക്കെ ഇതേക്കുറിച്ച് ഗവേഷണം നടത്തിയ ഒരുപാട് വിശാലമായി പഠനം നടത്തിയ ആളാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ അൽ അബീർ ഹോസ്പിറ്റലിൻ്റെ ഒരു വിശാലമായ ജീം ഡിപ്പാർട്ട്മെൻറ്റ് അത് സ്റ്റാർട്ടിങ് മുതൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. അവിടുത്തെ ചീഫ് കൺസൾട്ടൻ്റാണ് അദ്ദേഹം. മാഷാഅല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. സമയം ഒഴിപ്പിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ക്ലാസ് സസൂക്ഷ്മം വീക്ഷിക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഇത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ വിനയത്തോടെ ജിദ്ദ വിഖായയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ മാഷാഅല്ലാഹ് നല്ലൊരു ദൗത്യം ഏറ്റെടുത്തിട്ട് മക്കയിലേക്ക് മീനായിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് സാധാരണ ഒരു വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്വമുള്ളൊരു സംഗതിയാണ്. എസ്പെഷ്യലി അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ബാഡ്ജും ഈ യൂണിഫോമും കണ്ട് എല്ലാ നാഷണാലിറ്റി ആളുകളും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ 93 മുതൽ 5-8 വർഷം 6 വർഷം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. വോളണ്ടിയറായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിൻ്റെ മിലിറ്ററിയുടെ കൂടെയാണ് അധികം പോയിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങും. പക്ഷെ എനിക്ക് അവിടെ ചില ജോലികളുണ്ടാവും. അവരുടെ ഇതിൽ ഈ മുത്തവന്മാർ വരുന്നവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കായിട്ട് സൂപ്പർവൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഇന്ത്യൻ്റെ എല്ലാ ടെൻറ്റിലും കയറി ഇറങ്ങും. കാരണം എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അത് കാരണം എനിക്ക് എവിടെയും ഒരു സ്റ്റോപ്പ് വരില്ല. ഒരുപാട് ആളുകളെ ഹജ്ജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 93 മുതൽ 94 മുതൽ 6 വർഷം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു 3-4 വർഷം ഈ ഇതുപോലെ തന്നെ ഹിദ്മ ചെയ്യാൻ പോയിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാൻ പോകുന്നതും ഒക്കെ ആ ഒരു ഇതിൽ തന്നെയാണ്. 6 ഹജ്ജ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് നമ്മൾ ഒരു ഹജ്ജ് ചെയ്താലും 6 ചെയ്താലും ആചാര്യം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് തോന്നുന്നു ഏത് സംഗതിയാണെങ്കിലും. അപ്പം നിങ്ങൾ ഏറ്റെടുത്തേറ്റ് ദൗത്യം വലിയൊരു പുണ്യമായ സംഗതിയാണ്. കാരണം എല്ലാ നാഷണാലിറ്റിയിലുള്ളവരും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നൊക്കെ അവരുടെ കയ്യിൽ മാപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് മനസ്സിലാവില്ല, അവരവരുടെ ഭാഷയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അതിനൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ആളാണ്, അതിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന സംഗതി 1-2 സംഗതികൾ പറഞ്ഞു തരാം. ഇപ്പോൾ എല്ലാ ആളുകളുടെ കയ്യിലും ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അധികം ആളുകൾക്കും നമ്മളുടെ അധികം ഇപ്പോഴത്തെ ചൂട് എന്നിപ്പോൾ ഞാൻ മദീനയിൽ നിന്ന് വരുന്നത്. രാവിലെ പോയിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് മദീനയിൽ പോയി അവിടുത്തെ ഇതുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുള്ളൂ. ഭയങ്കര ചൂടാണ് അവിടെ. ഒരു 45-46 ഡിഗ്രി ചൂടുണ്ടെന്ന് തോന്നുന്നു. അത്രയും ചൂടാണ്. അതിനേക്കാളും കൂടുതലുണ്ടാവും മീനായിൽ. എന്താണെങ്കിലും നമ്മളുടെ ആളുകൾക്ക് പൊതുവെ വെള്ളം കുടിക്കൽ വളരെ കുറവാണ്. മെയിനായിട്ട് വെള്ളത്തിൻ്റെ കുറവാണ് അധികം ആളുകൾക്കും കണ്ടുവരിക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ. മെയിനായിട്ട് നിങ്ങളും അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡീഹൈഡ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ആളുകൾ പൈഞ്ഞു വീഴാൻ തുടങ്ങും. അതുപോലെ തന്നെ തളർച്ച അനുഭവപ്പെടും, ശരീരം തണുപ്പ് ഓടും. ഇങ്ങനെയുള്ള സംഗതികൾ അധികം ആളുകൾക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു 90% ആളുകൾക്കും ഷുഗറിൻ്റെ അസുഖം തോന്നുന്നുണ്ട്.
ഇനിഷ്യലി നോക്കുന്നവരുണ്ടാവും 2 സമയം അല്ലെങ്കിൽ 3 സമയം, അല്ലെങ്കിൽ അവരെല്ലാം മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. ചിലവർ മെഡിസിനും വെള്ളമൊന്നും കഴിക്കാഞ്ഞാൽ ഷുഗർ കുറയും എന്നുള്ള ധരിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അത് അതിനേക്കാളും വലിയ ദോഷമാണ്. അപ്പോൾ എപ്പോഴും ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഷുഗർ കുറഞ്ഞ ആളുകൾക്ക് ചെറിയ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ കൊടുക്കുക. കാരണം അവരുടെ നമ്മൾക്ക് പെട്ടെന്ന് വയർപ്പ് ശരീരത്തിലുമായിട്ട് ഇമ്മ്യൂണിറ്റി കൂടി വയർപ്പ് ഒഴുകി ശരീരം തണുപ്പ്, മുഖത്ത് കൈ വെച്ചാൽ തന്നെ അറിയാൻ പറ്റും ആളുകൾക്ക് പിന്നെ തണുപ്പ് ഓടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഷുഗറിൻ്റെ അസുഖമുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ നാഷണാലിറ്റി അല്ലായിരിക്കും, മറ്റേതെങ്കിലും നാഷണാലിറ്റി ആയിരിക്കും. അപ്പോൾ ഇതേമാതിരി കയ്യിൽ എപ്പോഴും വെള്ളം എല്ലാവരും കരുതുക. ഒന്നൊക്കെ ലെമൺ ജ്യൂസ് ഇങ്ങനെയുള്ള സംഗതികൾ കൂടുതൽ കയ്യിൽ കരുതുക. അത് കൊടുക്കുമ്പോൾ ഏകദേശം ആളൊന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആൾ ഒന്നുകൊണ്ട് ഉഷാറാവാൻ തുടങ്ങും. പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ ഇത് കൊടുക്കുമ്പോൾ തന്നെ ആളൊന്നിട്ട് ഉഷാറായി കഴിഞ്ഞാൽ ആൾ പറഞ്ഞാൽ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തിക്കുക. അതല്ല നിങ്ങളെ കൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആംബുലൻസ് സംവിധാനങ്ങളുണ്ടാവും, അവരെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഇരുത്തുക. ഇത്രയും കാര്യങ്ങളും ചെയ്യുക. ഈ തലചുറ്റൽ, ഈ ഷുഗർ കുറയുന്ന ആളുകളെ നമ്മൾ പെട്ടെന്ന് കിടത്താൻ പാടില്ല, കിടത്തരുത്. ഇരുത്താൻ ചെറുതായിട്ട് ഇരുത്തി ചാരി ഇരുത്തുക. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾ ഒന്നുകൊണ്ട് നോർമലാണ്. കിടത്തി കഴിഞ്ഞാൽ ഈ ആൾക്ക് പിന്നെ പെട്ടെന്ന് എണീക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയാണ്, കാരണം തണുപ്പ് ശരീരത്തിൽ വയർത്ത് ഒന്നായിട്ടുണ്ട്, വയർപ്പ് വന്നിട്ട് മൊത്തത്തിലുള്ള വയർപ്പ് വന്നിട്ട് ഒലിച്ചിട്ടുണ്ടാവും ശരീരം മൊത്തം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കാരണം ഇത് ഷുഗർ കൊണ്ട് വന്നതാണ് എന്നത്. അപ്പോൾ ചെറിയ കുറച്ച് ലെമൺ ജ്യൂസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളൊന്നുണ്ട് ഓക്കെ. അതുപോലെ തന്നെ പിന്നെ തലചുറ്റൽ വന്നു കഴിഞ്ഞാൽ ആളെ മലത്തി കിടത്തരുത്, കഴുത്തി കിടത്തണം. തലചുറ്റിക്കാണ്ട് ഒരാൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആളെ മലത്തി കിടത്താൻ പാടില്ല. അയാളെ കഴുത്തി കിടത്തുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയർ ആവും. കാരണം തലചുറ്റൽ വന്ന് പെട്ടെന്ന് ബോധമില്ലാതായി കഴിഞ്ഞാൽ ഒരാളെ ഒരിക്കലും മലത്തി കിടത്താൻ ശ്രമിക്കരുത്. എപ്പോഴും കഴുത്തി കിടത്തുക. കഴുത്തി കിടത്തി കഴിഞ്ഞാൽ അയാൾ ഓക്കെ. കാല് രണ്ടും ബാക്കിലേക്ക് കുറച്ചൊന്ന് മടക്കി ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൾ 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ ക്ലിയർ ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷറിൽ ഒരു മനുഷ്യന് പെട്ടെന്ന് പിന്നെ ഒരു ഭാഗം തളർന്നു പോയി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ BP ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. അതിന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തൊട്ടടുത്തുള്ള ഡിസ്പെൻസറിയിൽ അവരറിയുക, അവർ പെട്ടെന്ന് വന്ന് BP ചെക്ക് ചെയ്താൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിലും അവരെയും നിങ്ങൾക്ക് എപ്പോഴും 2 കൈയിൻ്റെ ചെറുവിരൽ പൊന്തിച്ചു പിടിക്കുക. ഈ 2 കൈ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ 2 ചെറുവിരലിൻ്റെ 2 സൈഡ്, സെൻറ്റർ, ഈ ഭാഗം, ബാക്ക് ഭാഗം ചെറുതായിട്ട് ചെറിയൊരു പ്രഷർ ഇങ്ങനെ കൊടുക്കുക. അത് കൊടുത്താൽ ആളുടെ ആ BP നോർമലാവും. കുറേശ്ശെ നോർമലായിട്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ ഈ അമിതമായിട്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നന്നായിട്ട് പിന്നെ ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ, ഇങ്ങനെയൊക്കെയുള്ള അസുഖം, വണ്ണം, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് പൊതുവെ BP കുറച്ച് കൂടുതലായിരിക്കും. അവർ സാധാരണ BPയുടെ ഗുളിക കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഈ അച്ഛൻ്റെ സമയമായതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും എടുക്കാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ആളുകൾ. അപ്പോൾ അത്രയും ആളുകൾക്ക് പിന്നെ എപ്പോഴും നമ്മൾക്ക് ഒരു ഓപ്ഷൻസ്, സാധാരണ ബ്ലഡ് പ്രഷറായ ആളുകൾക്ക് നമ്മൾക്ക് നോർമലായിട്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവരെ BP ചെക്ക് ചെയ്തെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു തലചുറ്റൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളെ കഴുത്തി കിടത്തുക. എപ്പോഴും അങ്ങനത്തെ ഒരു ആളുകൾ നമ്മൾ ചെയ്യുന്നൊരു സംഗതി വേഗം അവിടെ കിടത്തുക, ചരിച്ച് കിടത്തുക. കിടത്തിയിട്ട് കുറച്ച് സമയം ഇത് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത ഡിസ്പെൻസറിയിൽ ആരെങ്കിലും ആംബുലൻസ് അല്ലെങ്കിൽ മറ്റുള്ള പോലീസ് മേധാവികൾ അവരാരെങ്കിലും വിളിച്ചിട്ട് അറിയിക്കുക. അവരപ്പോൾ സെക്കൻഡ് വെച്ചിട്ട് അവരെടുത്ത് കൊണ്ടുപോകും. അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ അവിടുത്തെ ക്ലിനിക്കിലേക്ക്, മീനായിലുള്ള താൽക്കാലിക ക്ലിനിക്കിലേക്ക് ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പണ്ടത്തെ മാതിരില്ല, ഒരുപാട് സംവിധാനങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അത് ഈ
കിടത്തി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആ ആൾക്ക് ഒരു നോർമലാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഈ നല്ല വെള്ളം, നല്ല കോട്ടൺ ഉപയോഗിച്ചിട്ട് ശരീരം നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അതാണെങ്കിലും കുറേ റിലാക്സേഷൻ കിട്ടും നന്നായിട്ട് പെട്ടെന്ന്. അതിൽ ഈ ഷുഗറുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തല ചുറ്റി വീഴുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ. പിന്നെ വരുന്നൊരു സംഗതി എന്താ വെച്ചാൽ കാർഡിയോകാസ്റ്റ്, നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൾക്ക് പറ്റി, അല്ലെങ്കിൽ കയ്യിന് വേദന, അല്ലെങ്കിൽ കൈത്ത് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരികയെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്, അടുത്ത ഡിസ്പെൻസറിയിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ് കയ്യിൻ്റെ ഈ. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അറ്റാക്കാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കയ്യിൻ്റെ വിരൽ മാത്രം, ഈ രണ്ട് കൈയിൻ്റെ ചെറുവിരലും നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും. ആൾക്കൊന്നും സംഭവിക്കില്ല. കാരണം സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. കാരണം പെട്ടെന്ന് ആ മനുഷ്യൻ്റെ കൈയിൻ്റെ ഈ നമ്മളുടെ ഓരോ സ്ഥാനമാനങ്ങളുണ്ട് നമ്മളുടെ കൈയിൻ്റെ വിരലിന്, അതുപോലെ തന്നെ കൈയിൻ്റെ നടുവിരലിന്, ഇതിനൊക്കെ ഇതൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ പെട്ടെന്ന് തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇതാണ് നമ്മൾക്ക് വളണ്ടിയേഴ്സിന് കൊടുക്കാൻ പറ്റുന്നൊരു ഫസ്റ്റ് എയ്ഡ് ശരിക്കും. പിന്നെ ചില ആളുകൾക്ക് കാലിൽ മുറി വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സാധാരണ ഷുഗറുള്ള ആളുകൾക്ക് സാധാരണ മുറി ഉണ്ടാവും, നടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. എപ്പോഴും ഒന്നുകിൽ വിറ്റാഡിൻ ലോഷനോ അല്ലെങ്കിൽ കുറച്ച് കോട്ടണോ കയ്യിൽ കരുതുക, ക്ലീൻ ചെയ്യുക. അത് അപ്പത്തെ ആ ഒരു ഇതിൽ ചെറിയ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ബാൻഡേജ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ സ്റ്റിക്കർ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വിറ്റാഡിനെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ശരിക്ക് ഷുഗറുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുറി ചുറ്റി കൊടുക്കാൻ പാടില്ല. കാരണം എപ്പോഴും ഓയിൽമെൻറ്റ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, വിറ്റാഡിൻ ലോഷനോ അല്ലെങ്കിൽ വിറ്റാഡിൻ ഓയിൽമെൻറ്റ് ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മാത്രം തേച്ച് കൊടുത്താൽ മതി. ചില ആളുകൾക്ക് ഈ ബസ്സിൻ്റെ ടയറൊക്കെ, ഈ മീനായിലൊക്കെ പോകുമ്പോൾ ബസ്സിൻ്റെ ടയർ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ റോഡിൽ നിന്ന് ചരക്കല്ല് തെറിച്ചിട്ട് കാലിലൊക്കെ വന്ന് കയറും. അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഞാനൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു സ്ത്രീക്ക് പിന്നെ അറഫയിൽ നിന്നിട്ട്, നമ്മൾ നാട്ടിലുണ്ടല്ലോ പണ്ട് പൊക്കാടും കല്ല് വരച്ചിട്ട്, മക്കളുണ്ട് വാപ്പയുണ്ട്, വലിയൊരു കല്ല് വരച്ചിട്ട് ഉമ്മ പിന്നെ കല്ലെടുത്തിട്ട് പൊക്കാടുന്നുണ്ട്. ഒരു 50-55 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ചെറിയൊരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു, ഉറക്ക് വന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് ഒരാളുടെ കാലിൽ കല്ല് തെറിച്ചിട്ട്, 1-2 കല്ലല്ല, കാലിൻ്റെ ഈ കാഫ് മസിലിൻ്റെ ഇവിടെ നിന്നിട്ട് മേലെ ഫുള്ളായിട്ടുണ്ട് കല്ല് തെറിച്ചിട്ട്, അതിങ്ങനെ ഓരോന്നായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് എയ്ഡ് വെച്ച് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത്, അതിൻ്റെ ഇടയിൽ കൂടി ഈ വിറ്റാഡിൻ ലോഷൻ ബോട്ടിൽ വെച്ചിരുന്നു. ഈ സ്ത്രീ ഇതെടുത്ത് കുടിച്ചത് ഞാൻ അറിഞ്ഞില്ല, കണ്ടില്ല. ഇതെടുത്ത് കുടിക്കുന്നത് തൊട്ടടുത്തുള്ള സ്ത്രീകൾ കാണുന്നുണ്ട്. ഇവർ തെറ്റ പറഞ്ഞതല്ല. അതിലൊരു നമ്മളുടെ സാധാരണ ഗ്ലൂക്കോസ് ബോട്ടിലിൻ്റെ ഒരു ബോട്ടിലിന് അര കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പിന്നെ വിറ്റാഡിൻ ലോഷൻ കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കും അറിയില്ല. ഞാൻ മുസ്തഫ ഡോക്ടറെ വിളിച്ചു, അന്ന് ഞാൻ റയാലിൽ വർക്ക് ചെയ്യാം. മുസ്തഫ ഡോക്ടറിനോട് പറഞ്ഞെടുത്തേക്ക് മസാല അദ്ദേഹം മരിച്ചുപോയി. മൂപ്പറിനോട് ആൾ കലിയിക്കണം വെച്ചു. ഞാൻ പറഞ്ഞു സാർ അതറിയാൻ വേണ്ടിയിട്ടില്ല, ഇതിനിപ്പോൾ എന്താണ്, കാരണം ആൽക്കോളാണ്. അപ്പം എന്താണെങ്കിലും ഒരു നന്നായിട്ട് നല്ല ക്ഷീണവും ഇതും കാണും. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല, കുറച്ചേരം അവിടെ തന്നെ നിൽക്കുക, നോക്കുക നമ്മളെന്നാണ്. മൂപ്പരും പെട്ടെന്നുള്ള മറുപടി എന്താ പറഞ്ഞത്, കുറേ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ സ്ത്രീ നന്നായിട്ട് ഉറങ്ങി. 4:30 മണി നമ്മൾ അറഫ ഏകദേശം അറഫ കഴിഞ്ഞ സമയത്താണ് മുപ്പത്തേര് നീക്കുന്നത്. നീറ്റപ്പോൾ മുപ്പത്തേര് വേഗം പോയി ഓതൊക്കെ എടുത്ത് പിന്നെ നിസ്കരിക്കാനുള്ള പരിപാടിയാണ്. മുപ്പത്തേര് മോൻ വന്നിട്ട് ചോദിച്ചു, ഇമ്മ കുടിച്ച സാധനങ്ങളെടുത്ത് ഇനി സ്റ്റോക്ക് ഉണ്ടാവുന്ന ചോദിച്ചു. ഞാനിതിൻ്റെ ടെൻഷനിൽ നിൽക്കണം, കാരണം ഇതിനെന്തെങ്കിലും സംഭവിക്കുമെന്ന്. സാധാരണഗതിയിൽ ആൾക്കോൾ പെട്ടെന്നൊന്നും സംഭവിക്കില്ല, പക്ഷെ എന്നാലും നമ്മൾക്ക് ആ ഒരു പേടി അറഫയിലാണോ. അപ്പം ഉമ്മ കുടിച്ച സാധനങ്ങളെടുത്ത് ഇനി സ്റ്റോക്ക് ഉണ്ടോ, ഉമ്മക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. സത്യത്തിൽ ആ അസുഖം അതോടുകൂടെ ആ പ്രശ്നം തീർന്നു. പിന്നെ മുസ്തലിഫയിൽ മുമ്പത്തേര് നല്ല റാത്തായിട്ട് മുസ്തലിഫയിൽ പിന്നെ കല്ല് പൊറുക്കാനും ഇതിനൊക്കെ. അത് കഴിഞ്ഞ് മീനായിൽ വന്ന്
പിന്നെ മീനായിൽ ജമ്പറൊക്കെ എറിയാൻ ഇതിനൊക്കെ മുമ്പത്തേക്ക് ഒരു പ്രശ്നമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പത്തേക്ക് ഹജ്ജ് കഴിയുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനപ്പോൾ ഈ എണീക്കൂല എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാനന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഇതിലാണ് പോയത്. അപ്പൊ ഞാൻ അവിടെ എനിക്ക് ഏത് ക്ലിനിക്കിലും കയറ്റിച്ചില്ല. അപ്പൊ ഞാനിവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, നീക്കുന്നില്ലെങ്കിൽ എന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് മുമ്പത്തേന് നീറ്റ് ഓതൊക്കെ എടുത്ത് പ്രായത്തായിട്ട് പിന്നെ നിസ്കാരമൊക്കെ തുടങ്ങി. അതിന് മുമ്പേ ചോദിക്കുക അറപ്പ കഴിഞ്ഞു. കാരണം ആ വർക്കിന്റെ പ്രശ്നം കൊണ്ട് വന്ന അസുഖം, അതായത് സാധാരണ അങ്ങനെ ഒരു ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്, ഇതിന് മെഡിസിനൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ടെൻഷൻ കൊണ്ട് പറ്റിയതാണ് എന്നാ പറഞ്ഞു. അപ്പൊ ചില സംഗതികൾ നമ്മൾ അത് വിറ്റാമിൻ ലോഷൻ കുടിച്ചാൽ അസുഖം ആള് മാറിക്കിട്ടും. കാരണം ഈ ആളുകൾക്ക് ഒരുപാട് അസുഖമുണ്ട്. അന്ന് അവിടെ ഒരു തീപിടുത്തുണ്ടായിട്ട് ഒരുപാട് ആളുകളെ, പാകിസ്ഥാനികളെ, നൈജീരിയക്കാരെ, കുറേ ആളുകളെ കസ്റ്റേർഡ് കൊണ്ടായതൊന്നും തേങ്ങിയില്ല. പിന്നെ അവിടുത്തെ ഡിസ്പെൻസറി പോയിട്ട് രണ്ടാമത് എടുക്കുക ചെയ്ത് ആരുടെ കാലം ക്ലീൻ ചെയ്യേണ്ടത്, ആർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തങ്ങളില്ല. അത്രയും ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ട് ഉള്ളൊരു സമയം. അന്നൊക്കെ ഞങ്ങൾ അച്ഛന് പോയ സമയമാണ്. കാരണം ഇന്നത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല വെയിലും നല്ല ചൂടും. നമ്മൾ തന്നെ അജ്ജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പിന്നെ ഇതായി പോകും. നമ്മളെ ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് മീനായിൽ പിന്നെ ഒരാളെ അറിയിക്കാൻ കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരെ ടെൻറ്റിൽ കൊണ്ടുപോയാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആദ്യത്തേക്കാളും നല്ല പിന്നെ സൗകര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നല്ല സുഖമാണ്. കാരണം ഒരുപാട് സംഘടനക്കാർ ഇന്ന് പിന്നെ ഈ വളയുടെ ഒരു ഫീൽഡിൽ തന്നെ കണ്ടമാനം ആളുകളുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്നലെയൊക്കെ പിന്നെ പുതിയ വിങ്ങിൽ വരുന്ന കോസ്റ്റ് ഗാർഡിൽ ചെറിയ പുതിയ ബാച്ചിൽ വരുന്ന ഫസ്റ്റ് ഇതിൽ വരുന്ന കുട്ടികളുണ്ട്. റിയാദിൽ നിന്ന് അൽക്കോബാറിനൊക്കെ വരുന്ന സൗദി ചെക്കന്മാര്. അവർക്ക് ഇതേമാതിരി പിന്നെ ആളുകളെ അവരെ സാധാരണ മിലിറ്ററി യൂണിഫോമിന്റെ അവർ ബിഗനിങ് ഇതായതുകൊണ്ട് അവർക്ക് വേറൊരു യൂണിഫോം അവിടുത്തുള്ളത്. അപ്പൊ ഇതേമാതിരി ഒക്കെ മീനായിൽ, അറഫയിൽ, മുസ്തലിഫയിൽ ഇവിടെ ഒക്കെ ഡ്യൂട്ടിക്ക് പോണ ചെക്കന്മാരുണ്ട്. സൗദികളുണ്ട്, മെഡിക്കൽ ക്യാമ്പ്, പിന്നെ എൻ്റെ ഫിറ്റ്നസിന്റെ ക്യാമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അവർക്ക് കൊടുക്കുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടലിൽ ഗ്ലൂക്കോസിന്റെ എന്തെങ്കിലും ഒരു വെള്ളം കരുതുക. ഒരു കാരണവശാലും നാരങ്ങ വെള്ളം, ഉപ്പ്, നാരങ്ങ ഇട്ട വെള്ളം ആരും കയ്യിൽ കരുതരുത്. അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യും. നിങ്ങൾ വളരേണ്ട സാധനം നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കാണ്ടാവും, കിലോമീറ്റർ കണക്കിന് നടക്കാണ്ടാവും. ഒരാളായിട്ട് ചിലപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രൈവറ്റ് പിന്നെ കമ്മിറ്റിക്കാരുടെയും അതുപോലെ തന്നെ എംബസി ഗവൺമെന്റിന്റെ ഇതിൽ വരുന്നതൊക്കെ ഒന്നുകിൽ അവരുടെ ടെന്റ് മുസ്തലിഫിന്റെ ബോർഡറിലായിരിക്കും, അല്ലെങ്കിൽ അറഫന്റെ ബോർഡറിലായിരിക്കും. ഈ രണ്ട് സ്ഥലത്തേക്കും 8-9 കിലോമീറ്റർ നടക്കണം, ഈ രണ്ട് സ്ഥലത്തേക്കും. പക്ഷെ ഇന്ന് അന്നത്തെ മാതിരിയല്ല, ഒരുപാട് സൗകര്യങ്ങളും മറ്റുള്ള അത്രയും ക്രൗഡ് നമുക്ക് അനുഭവപ്പെടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നാരങ്ങ വെള്ളം, നമ്മളെ നാട്ടില് മോരും വെള്ളം, ഇങ്ങനത്തെ സംഗതികളൊന്നും ആരും കരുതരുത്. അപ്പൊ നമുക്ക് സാധാരണ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കയ്യിൽ കരുതുക. എപ്പോഴും വെള്ളത്തിന്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടും, നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ശരീരം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ നല്ല ക്ഷീണം തോന്നി തലചുറ്റൽ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് നീങ്ങുമ്പോൾ തലചുറ്റലാണ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക ഒരു 2-3 മിനിറ്റ് നേരം. അത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. എന്നിട്ട് നിങ്ങൾ മറ്റേ ആളെ നോക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തലടിച്ച് വീണ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാവും. പിന്നീട് അത് വലിയ പ്രശ്നങ്ങൾ പോയി വെക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സാധാരണഗതിയിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലചുറ്റൽ അല്ലെങ്കിൽ തല കറങ്ങി വീണ് കഴിഞ്ഞാൽ ചെയ്യുന്ന സംഗതികൾ, പിന്നെ ഒരു ഗ്ലൂക്കോസ് വെള്ളം, ഒരു എന്തെങ്കിലും അതിലിട്ടൊരു വെള്ളം കയ്യിലുണ്ടെങ്കിൽ, സാധാരണ ഇതിലൊരു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ തന്നെ അത് ക്ലിയർ ആവും. മറ്റുള്ളതിൽ ബോധം കെട്ട് കഴിഞ്ഞാൽ ഉടനെ ആള് നിങ്ങൾ കവത്തിക്കെടുത്തുക. അത് മാത്രം ചെയ്താൽ മതി. ഇതാണ് നിങ്ങൾക്ക് സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികൾ. മറ്റുള്ള സംഗതികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മളെ കയ്യിൽ കരുതണം. ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു കയ്യിൽ കരുതി കഴിഞ്ഞാൽ സാധാരണ ഇപ്പം നിങ്ങളുടെ കാല് പിന്നെ ഒന്ന് എവിടെയെങ്കിലും വെച്ച് കോറിയാലോ, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഒരു ലോഷൻ, വിറ്റാഡിൻ ലോഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വിറ്റാഡിൻ ഓയിൻമെൻറ്റ് ഇത് കയ്യിൽ കരുതുക. അത്യാവശ്യമുള്ളവർക്ക് അത് ക്ലീൻ ചെയ്തിട്ട് വിറ്റാഡിൻ ലോഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക.
അവിടെ ഇതവിടെ തീരും. മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഇതാണ് ആളുകൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ എപ്പോഴും വരുന്നത് അവരോട് നന്നായിട്ട് പറയാം, വെള്ളം നല്ലോണം കുടിക്കാൻ പറയാം. കാരണം നല്ല ചൂടായിരിക്കും പ്രാവശ്യം. എനിക്ക് തോന്നുന്നത് സാധാരണത്തെക്കാളും ചൂട് അനുഭവപ്പെടും. നന്നായിട്ട് നല്ല ചൂടുണ്ടാവും പ്രാവശ്യം. കാരണം മദീനത്തൊക്കെ നല്ല, കാരണം ആളുകൾക്കൊന്നും നിസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊന്നും ഒരു സെക്കൻഡ് പോലും പിന്നെ നിൽക്കുന്നത് കാണുന്നില്ല. ആളുകളൊക്കെ വേറെ റൂമിലേക്ക് തള്ളിയെടുക്കുകയാണ് അധികം ചെയ്യുന്നത്. അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളും കഴിക്കാതിരിക്കുക. അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യും. എപ്പോഴും ചെറുതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കും നന്നാവുക. മസാല ഭക്ഷണങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം ഒരുപാട് മണിക്കൂറുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കാരണം കഴിയുന്നതും അമിതമായിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ലെമൺ കഴിച്ചാലും മതി. സാധാരണ ഇവിടെ നിന്ന് കിട്ടുന്ന ലെമൺ, അതിൽ ഉപ്പ് മറ്റുള്ള ഒന്നും ഇടാൻ നിൽക്കരുത്. അത് മാത്രം കഴിക്കുക. ഒരു വെള്ളം ഉണ്ടാക്കിയ മുളക് അരിഞ്ഞ് ഇതിട്ടുക, അങ്ങനത്തെ സംഗതികളൊന്നും ചെയ്യാതിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാനുള്ള മറ്റൊരു കാര്യം. എപ്പോഴും വളണ്ടിയേഴ്സ് അവരുടെ ശരീരം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ ശരീരം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തായി പോകും. അത് നല്ലോണം ശ്രദ്ധിക്കണം എല്ലാവരും. എല്ലാവരും ഷൂ, സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് കഴിയുന്നത് ഒഴിവാക്കുക. ഷൂ ആയിരിക്കും കൂടുതൽ ഈ പരിപാടിക്ക് നന്നാവുക. പിന്നെ ജീൻസ് പാൻറ് ഒക്കെ ഇട്ട് പോകുന്നവർ അത് ഒഴിവാക്കിയിട്ട് ട്രാക്ക് ഷൂട്ടുമായിട്ടുള്ള പാൻറ് അങ്ങനെ എന്തെങ്കിലും ഇടുക. അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ലോങ് നടത്തത്തിന് നന്നാവുക. അല്ലെങ്കിൽ കാലിൻ്റെ 2 സൈഡൊക്കെ നന്നായിട്ട് അയൊക്കെ പൊട്ടി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനത്തെ ആളുകൾ എപ്പോഴും അതിന് പിന്നെ ഒരു ലോഷൻ ഉണ്ട്, അത് കയ്യിൽ കരുതുക. വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ കയ്യിൽ കരുതുക. നിങ്ങൾക്ക് തന്നെ ആവശ്യം വരും. കാരണം ജീൻസ് പാൻറ് ഇട്ടിട്ട് കഴിയുന്നതും പോകുന്നതും ഒഴിവാക്കായിരിക്കും നന്നാവുക. കാരണം അത് ഈ വളണ്ടിയേഴ്സ് പരിപാടിക്ക് പറ്റില്ല. കാരണം നിങ്ങൾ കുറച്ച് നടക്കുമ്പോഴേക്കും നിങ്ങൾക്കത് അതിൻ്റെ അനുഭവം വെച്ചാൽ സാധാരണ ട്രാക്ക് ഷൂട്ട് പോലുള്ള പാൻറ്റായിരിക്കും നന്നാവുക. പിന്നെ നല്ല ടൈറ്റായിട്ടുള്ള അണ്ടർവെയറൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ശരീരമാണ് അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സംഗതികൾ നമുക്ക് അറിയാത്ത ഭാഷക്കാരുടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണെന്ന് നോക്കിയിട്ട് അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. ഇതേമാതിരി എന്തെങ്കിലും കാര്യങ്ങൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഡിസ്പെൻസറിക്ക് പെട്ടെന്ന് അവരെ ബന്ധപ്പെടുത്തിയിട്ട് അവർ ചെയ്യും. നിങ്ങൾ ചെന്ന് പറയുമ്പോൾ അതിന് മറ്റുള്ളവർ പറയുന്നേക്കാളും കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാവും. കാരണം അവരത് പെട്ടെന്ന് അത് ചെയ്യും. നമ്മളെ മറ്റുള്ള ഇതിലുള്ള മാതിരില്ല. കാരണം ഞങ്ങളൊക്കെ ഒരുപാട്, കാരണം 93, 94, 95 ഈ കാലഘട്ടങ്ങളിൽ എത്രയോ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ 33 ആളെ ഞങ്ങളൊരു 5-6 പേര് അജയിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാരാണ്. അതിലധികം ആളുകൾക്കും മക്കളില്ലാത്ത ആളുകളാണ്. അവർക്ക് മക്കളില്ല. ഒക്കെ വലിയ വലിയ പൈസക്കാർ. എന്നാലും ഇവര് പിന്നെ നമ്മൾ ജമ്പറിന്റെ അവിടേക്ക് ഇവരെ എറിയാൻ കൊണ്ടുപോയാൽ ഇവരുടെ ചെരുപ്പ് പോയാൽ പിന്നെ ഇവരവിടെ താവും. പിന്നെ മറ്റുള്ള ഏറൊക്കെ ഞമ്മക്ക് കിട്ടുന്നു. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. കാരണം ഇന്ന് അങ്ങനെ നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ സൗകര്യങ്ങളും നന്നായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് അവരെ കൊണ്ടുപോയി പിന്നെ എറിയിച്ച് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ഈ ബാക്കിൽ പിടിച്ച് ആളെ എറിയിക്കാൻ കൊണ്ടുപോയി ചെയ്യരുത്. ഒരു കൈ തൊക്കിൽ നമ്മളൊരാളെ പിടിച്ച് കൊണ്ടുപോകണം. ബാക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്, ബാക്ക് പിടിച്ചിട്ട് നമ്മളുടെ എങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് എറിയാൻ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകരുതാണ്. അങ്ങനെ പോകുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും അവരുടെ ഇടത്തെ ഭാഗം അല്ലെങ്കിൽ അവരുടെ വലത്തെ ഭാഗം നോക്കിയിട്ട് പിടിക്കുക. തൊക്കിൽ കയ്യിൽ പിടിച്ചിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനൊക്കെ അതിൻ്റെതായ ഓരോ ട്രെയിനിങ് ഉണ്ട്. കാരണം സാധാരണ നമ്മൾ ചിലവർ 2-3 പേരൊക്കെ ആയിട്ട് പോകും. അത്രയും നല്ല ആരോഗ്യം നമുക്കും വേണം. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഇവരുടെ കാലിലുള്ള ചെരുപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇവരവിടെ താന്നാളും, അതെടുക്കാൻ വേണ്ടി കുനിയും. അപ്പോൾ പിന്നെ ബാക്കിലുള്ള ഇത് കാണില്ല. ഈ ആഫ്രിക്കക്കാർ ഇറാനികളൊക്കെ നല്ലോണം പേടിക്കണം. കാരണം ഇറാനികളൊക്കെ കാരണം വെച്ചാൽ ഭയങ്കര ആരോഗ്യമുള്ളവന്മാരാണ്. അവര് നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് 2 കൈ ഇങ്ങനെ ആക്കിയിട്ട് വരലെന്നെ. കാരണം അവരുടെ 2 അയലത്തും വേറെ ആരും നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ അവർ വരാം. കാരണം നമ്മളെ ആളുകൾ പിന്നെ ഒരാളെ അച്ഛന് വന്നിട്ടുണ്ടെങ്കിൽ 10 ആൾ കൂടെ ഉണ്ടാവും. എന്നാൽ ഈ 10 ആൾ കൂടെ ഉണ്ടായാലും ചിലപ്പോൾ ഈ ഒരാളെ ചിലപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവില്ല. ഇവരെ നോക്കാനേക്കാരും ഇയാളെ നോക്കാനേക്കാരും ഇവർ വന്നിട്ടുണ്ടാവും. ഇവർ കൂടെ തട്ടിയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും ഒരാളായിട്ട് പോവാം. ഒരാൾ 4 ആളായിട്ട് പോകാൻ പാടില്ല.
അല്ലെങ്കിൽ നിങ്ങളൊരു 10 ആളുടെ ഗ്രൂപ്പിൽ ഒരു 25 ആളെ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് ഒരാൾ ഒരു സൈഡിൽ നിർത്തുക, ഓരോരുത്തരെ കൊണ്ടുപോയി എറിയിച്ചിട്ട് വരിക. അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് കാരണം അധികം നമ്മളുടെ ആളുകൾക്ക് പ്രായം കൂടിയ ആളുകളും ഒരുപാട് അസുഖമുള്ള ആളുകളും ഉണ്ടാവില്ല. ഇന്നിപ്പോ മദീനത്ത് ഒരു സ്ത്രീ അവിടെ വീണിട്ട് ഒരു നട്ടലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അപ്പൊ അതിന് ഇവിടുന്ന് ബെൽറ്റ് കൊണ്ടുപോയി അവർക്കത് ഇട്ടുകൊടുത്ത് അവിടെ കൊണ്ടുപോയി ലാർജ് സൈസാണ് കൊണ്ടുപോയത്. ഈ താത്തയാണെങ്കിൽ 22 സെന്റിമീറ്റർ നീളമുള്ളൂ. ഇതാണെങ്കിൽ പറ്റണമില്ല. കാരണം എന്നിട്ട് പിന്നെ അത് അവരെ ഏകദേശം ഒക്കെ ഒന്ന് പറഞ്ഞ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഏകദേശം ഞാൻ ആ ബെൽറ്റ് ഇട്ട് കാണിച്ചു കൊടുത്ത് പോകുന്നത് അവിടെ. അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ, കാരണം നട്ടലിന് ചെറിയൊരു ഫ്രാക്ചർ കാണുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് റെസ്റ്റ് എടുക്കേ പറ്റുള്ളൂ. പിന്നെ ഹജ്ജിന് വന്ന ആൾക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഹജ്ജിന് വന്നതല്ല, ഏതാണെങ്കിലും അതിനുള്ള മെഡിസിനും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അത് ശരിയാക്കിയിട്ടാണ് ഞാൻ മദീനത്തിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ ചെറിയ ചെറിയ സംഗതികൾ, ഇപ്പോൾ ഇപ്പം നമ്മളൊരാൾ വീണു, കൈ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ഭാഗം താന്നിട്ടുണ്ടാവും എപ്പോഴും. അല്ലെങ്കിൽ പെട്ടെന്ന് ആ മസിൽ അവിടെ നിന്ന് പോയിട്ട് കൈ അല്ലെങ്കിൽ കാല് എവിടെയെങ്കിലുമൊക്കെ ഫ്രാക്ചറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോട്ടൺ കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ കോട്ടൺ ഒന്ന് നനച്ചിട്ട് ചുറ്റി കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് കൈ ആ സൈഡ് കറക്റ്റായിട്ട് അവരോട് വേറൊന്നും ചെയ്യരുത്, ഇതേമാതിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. കൈയൊക്കെ പൊട്ടിക്കാൻ അധികം ആളുകൾ വീണ് കൈയിൻ്റെ മുട്ട് അല്ലെങ്കിൽ ഫ്രാക്ചറോ അല്ലെങ്കിൽ ഷോൾഡർ അല്ലെങ്കിൽ കാലിൻ്റെ വിരൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ബാൻഡേജ് കയ്യിലുണ്ടെങ്കിൽ നനച്ചിട്ട് ചുറ്റി കൊടുക്കുക. ഉയ്യാനോ കുടിക്കാനൊന്നും നിൽക്കരുത്. വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കുടിക്കാനൊന്നും ചെയ്യരുത്. കാരണം ഐസ് വെച്ച് കൊടുക്കുക പറ്റുകയെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അല്ലാതെ കുറച്ച് നല്ല തണുത്ത വെള്ളം കാലിൽ കോട്ടണിൽ മുക്കിയിട്ട് അത് നന്നായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ തന്നെ കുറേ ആ വീക്കം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബാൻഡേജ് ഇട്ടിട്ട് പോകാൻ പറയാം. അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് അവരെ മാറ്റാം. പിന്നെ ബാക്കിയുള്ളത് അവരവിടെ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ക്ലിയർ ആക്കി വിടും. ഇതാണ് നിങ്ങൾക്ക് ഈ നമ്മളുടെ വളണ്ടിയേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികൾ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പോഴേ അവരെ തലച്ചുറ്റിൽ കണ്ടു കഴിഞ്ഞാൽ കഴുത്തിക്കെടുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കും. കുറേ കഴിയുമ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ എണീക്കും. അതേമാതിരി തന്നെ ഷുഗറുള്ള ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, തണുപ്പ് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന്, കാരണം ഷുഗർ കൊണ്ട് തന്നെ നേരിടാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് മധുരമുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആൾ ക്ലിയർ ആവും. പിന്നെ മെഡിസിൻ എന്തെങ്കിലും കയ്യിലോ ബാഗിലോ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കൊടുത്തിട്ട് അവരെ റൂമിലേക്ക് മാറ്റാം, അവരുടെ ഇതിലേക്ക് കൊണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലിനിക്കിൽ അവരെ കാണിച്ചിട്ട് പറയാം. പിന്നെ അവർ BP ചെക്ക് ചെയ്തിട്ട് അവർ ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കാം ആർക്കെങ്കിലും. ഹലോ, സംശയങ്ങളുള്ള ചോദിക്കുക. ഹാജിമാർ ട്രീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വളണ്ടിയേഴ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഒരു വേദന എന്ന് പറഞ്ഞ് വീഴുന്ന ആശയ്ക്ക് നമ്മൾ CPR കൊടുക്കേണ്ടതുണ്ടോ? അതിനെങ്കിൽ എങ്ങനെയാണ്? അതായത് പെട്ടെന്നൊരു നെഞ്ഞുവേദന ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഗതികൾ ആ ആളെ ചിലവർക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള നെഞ്ഞുവേദന ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയ്യിൻ്റെ ചെറുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, പൊന്തിച്ച് പിടിച്ചിട്ട്. എന്നിട്ട് അത് കാർഡിയോക്ക് അറസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളെ മലത്തിക്കെടുത്തിട്ട് ചെസ്റ്റിന്റെ ഈ 2 ഭാഗത്ത് ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ അവർ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് പോയി മേലേക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇഷ്ടടക്കുന്ന പോലെ അനുഭവപ്പെടും. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ പിടിച്ചിരുത്തുക ശരിക്ക്. എന്നിട്ട് അവർക്ക് അതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ ഇരുത്തിയിട്ട് അതല്ല ഇതാവുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്ക് ചെസ്റ്റിന് പ്രഷർ കൊടുക്കുക.
പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ആൾ ഏകദേശം ഓക്കെ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊട്ടടുത്ത ഡിസ്പെൻസറിക്ക് അയാളെ കൊണ്ട് പെട്ടെന്ന് പോകാം. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതികൾ. കാരണം ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഏതൊരു സംഗതിക്കും അല്ലെങ്കിൽ CPR കൊടുക്കുക. CPR കൊടുക്കണമെന്ന് ആദ്യം പ്രഷർ കൊടുത്തിട്ട് CPR കൊടുക്കാൻ പറഞ്ഞു. വായു ശരിക്കും ഓപ്പൺ ചെയ്തിട്ട് എയർ കൊടുക്കുക. അപ്പോഴേക്കും മറ്റുള്ള ക്ലിനിക്കുകളിൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. എപ്പോഴും അങ്ങനത്തെ ആളുകളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് കയ്യിൻ്റെ വിരലിൽ പിടിച്ചിട്ട് ചെറുതായിട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ക്ലിനിക്കിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ചെയ്യാൻ പറ്റുന്നത്. അത് ഷുഗർ കുറയുന്നതും കൂടുന്നതും ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ശരീരം ഒന്നായിട്ട് വേർത്തൊലിക്കും. പിന്നെ അയാൾക്ക് നീക്കാൻ പറ്റില്ല. കണ്ണൊക്കെ മേലേക്ക് പോയിട്ടുണ്ടാവും. നമ്മൾക്ക് കണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ അതേമാതിരി തന്നെയാണ് അനുഭവപ്പെടുക. അപ്പൊ ആൾക്ക് ചിലവർക്ക് വായി തുറക്കാൻ പറ്റില്ല. വായിലേക്ക് ഒന്നൊക്കെ നമ്മള് പിന്നെ ഷുഗറിന്റെ എന്തെങ്കിലും ഒരു സാധനം വായിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആളെ ചെറുതായിട്ടൊന്ന് ഇരുത്തിയിട്ട് അത് കഴിയുമ്പോഴത്തേന് അത് ക്ലിയർ ആവും. 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഷുഗറിന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ അത് ചെക്ക് ചെയ്യാതെ നമുക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് ചെക്ക് ചെയ്യാനാണ്. അങ്ങനത്തെ ആളുകളെ ശരിക്കും അവിടെ നന്നായിട്ട് കിടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡിസ്പെൻസറി തൊട്ടടുത്തുള്ളവരെ അറിയിക്കുക. അവരെ വണ്ടിയിൽ വന്നിട്ട് നോക്കി BP ചെക്ക് ചെയ്തിട്ട് ഒന്നോക്കി ഇഞ്ചക്ഷൻ അടിക്കുക അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. എപ്പോഴും ഇങ്ങനത്തെ ആളുകളെ കൈ 2 പൊക്കി പിടിക്കും. എപ്പോഴും കൈ പൊക്കി പിടിക്കുമ്പോഴാണ് അത് ചെയ്യുക. ഇപ്പൊ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ അസുഖങ്ങൾ വരും. അപ്പൊ എപ്പോഴും നമ്മൾ തൈറോയ്ഡുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ടിപ്സ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ തള്ളവിരലിൽ ഇങ്ങനെ തിരിക്കുക. നമ്മൾ ഒരു തോർത്ത് പിരിക്കുന്ന പോലെ തള്ളവിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിക്കുക. അപ്പൊ ഈ തൈറോയ്ഡ് ശരീരത്തിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. തൈറോയ്ഡുള്ള ആളുകളുണ്ടാവും അധികം ആളുകൾക്കും. പെട്ടെന്ന് ഇതേപോലെ തളർച്ചയും ക്ഷീണങ്ങളും വരും. അപ്പൊ ചെറുതായിട്ട് ഈ തള്ളവിരലിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മേലും കീബോർഡായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തൈറോയ്ഡ് മാറിക്കാൻ പറ്റും. അത് സാധാരണഗതിയിൽ ഒരുവിധ ആളുകൾക്കൊക്കെ തൈറോയ്ഡിന്റെ അസുഖം ഉണ്ടാവാറുണ്ട്. തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് തൈറോയ്ഡ് പറ്റുന്ന നമ്മളൊക്കെ സാധാരണ ക്ലബുകളിലൊക്കെ തൈറോയ്ഡിന്റെ അസുഖമായിട്ട് വരുന്ന ആളുകൾക്ക് എക്സസൈസ് പറഞ്ഞു കൊടുത്തിട്ട് മാറ്റലാണ് സാധാരണ ചെയ്യുന്നത്. മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും പിന്നെ തൈറോയ്ഡ് വന്ന് പിന്നെയാണ് അത് സർജറി ചെയ്തൊക്കെ ഒഴിവാക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാത്തതിലൊക്കെ തന്നെ സാധാരണ ക്ഷീണം കണ്ടു കഴിഞ്ഞ് തളർന്ന് ഇരിക്കുന്ന തല ചുറ്റിയിട്ട് ഒരാൾ വീഴുന്നതും പിന്നെ ഷുഗർ കൊണ്ട് തളർന്ന് രണ്ടാണ്. തല ചുറ്റി ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാളെ വേഗം കഴുത്തി കിടത്തിയിട്ട് കുറച്ച് സമയം അവിടെ കിടത്തുക. അത് ചെയ്താൽ തന്നെ ആള് ഏകദേശം ക്ലിയർ ആവും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവും. മറ്റത് നമ്മളെപ്പോഴും എന്തെങ്കിലും ഗ്ലൂക്കോസിന്റെ വെള്ളം എന്തെങ്കിലും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഒരേ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടിനും അതുകൊണ്ട് ഇപ്പൊ ഷുഗറായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുക്കുക. അപ്പോ അത് പിന്നെ നമ്മൾ ഏതൊരു ക്ലിനിക്കിലും ഒരാളെ ഷുഗർ പേഷ്യന്റിനെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 400-500 ഉണ്ടായി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതന്നെ കൊടുത്തുകൊണ്ടാണ് ആളെ റിക്കവർ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും ചെയ്യാൻ പറ്റുന്നത്. അതിൽ വേറെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടും നമ്മൾക്ക് അത് ഷുഗറിന്റെ അളവ് നോക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഈ ബ്ലഡ് പ്രഷറിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വീപ്പിന്റെ കാര്യം നമുക്ക് ഹൈ ബ്ലഡ് പ്രഷറിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അയാളെ അവിടെ ചെരിച്ച് കിടത്ത് അല്ലെങ്കിൽ അവിടെ കിടത്താനേ പറ്റുള്ളൂ നമുക്ക്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് മാറ്റാം. അപ്പൊ അത് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ റിക്കവർ ആവും ആളുകൾക്ക്. ഇപ്പൊ കാർഡിയോളജിസ്റ്റ് പെട്ടെന്ന് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് അവരുടെ ഇവിടെ പിന്നെ പിടുത്തം വന്നിട്ടുണ്ടാവും, കയ്യിൽ കടച്ചിൽ അനുഭവപ്പെടും, പിന്നെ ശരിക്ക് നല്ല ഡീപ്പായിട്ടുള്ള പെയിൻ വരും. അത് വന്നു കഴിഞ്ഞാൽ വേഗം അലത്തി കിടത്തിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ CPR കൊടുത്തിട്ട് അയാളെ റീകവറിലേക്ക് കൊണ്ടുവരപ്പെട്ടത്. അപ്പോഴേക്കും തൊട്ടടുത്തുള്ള ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആള് ചെയ്യും. എപ്പോഴും അങ്ങനത്തെ ആളുകളെ എപ്പോഴും കയ്യിന്റെ വിരല് പൊക്കി പിടിക്കണം ഏറ്റവും നന്നാവും. കൈ പൊക്കി പിടിച്ചിട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾക്ക് ഇപ്പൊ നമ്മള് പിന്നെ റൂമിലാണെന്നുണ്ടെങ്കിലും മറ്റൊരു ഇതിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പെട്ടെന്ന്
ചെയ്യുന്നത്. ഇവിടെ നിന്നൊക്കെ ഒരാൾക്ക്, നിങ്ങളെ റൂമിലൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് സ്വന്തം വണ്ടി ഒഴിവാക്കിയിട്ട് ഒരു ലിമൂസിൻ വിളിക്കുക, ആളെ വേഗം പിന്നെ ജാമ്യയിലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. കാരണം ചിലപ്പോൾ ആളുടെ അടുത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടാവില്ല, ഇനി അതുണ്ടെങ്കിൽ തന്നെ എവിടെയാണെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോയത് പെട്ടെന്ന് കൊണ്ടുപോയി എത്തിക്കണ, പിന്നെ ജാമ്യയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ജാമ്യ ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലത് കൊണ്ടുപോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അസ്ഥിയിൽ അവർ ചെയ്തിരുന്നു, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് സായിക്കാസ് വിസക്കാരനാണെന്നുണ്ടെങ്കിൽ അവന് 2 ഡോക്ടർമാരും 2 സിസ്റ്റർമാരും അയാളുടെ കൂടെ അവിടെ ഉണ്ടാവും. കാരണം അത്രയും വാല്യൂയാണ് ആ ഒരു പ്രൊഫഷന്. മറ്റുള്ളതാവുമ്പോഴാണ് പിന്നെ അവരുടെ താമീനെ നോക്കി ഇതൊക്കെ നോക്കൽ. പക്ഷെ അപ്പൊ കിട്ടുന്ന എമർജൻസി കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ്, അവർ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് അത് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ചെയ്തിരിക്കും. അത് നമ്മളെപ്പോഴും ഈ പ്രൈവറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അതാണ് ഏറ്റവും നന്നാവുക. ആർക്കെങ്കിലും നമ്മളെ റൂമിലുള്ള ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ വേഗം അവനവന്റെ സ്വന്തം വണ്ടി ഒഴിവാക്കാൻ ലിമൂസിന് വിളിക്കാൻ പെട്ടെന്ന് പോവാം. നമ്മൾ വിചാരിക്കും ഗവൺമെന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കൂല, അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല ഇവിടെ. നമ്മൾക്ക് ഈ ആളുകൾ, നമ്മളീ മലയാളികൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു പ്രചാരങ്ങൾ നടത്തണം. കാരണം ഒരിക്കലും അങ്ങനത്തെ ഒരു അനുഭവമില്ലായിരുന്നു. ഏത് എമർജൻസി കേസ് നിങ്ങൾ മലിഫായത് കൊണ്ടായാലും മലിക്കത്തുൽ അസീസിൽ കൊണ്ടായാലും ജാമ്യയിൽ കൊണ്ടായാലും ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ എത്രയോ പേഷ്യൻസിന് ജാമ്യക്ക് വിട്ട് ബൈപ്പാസ് ഒക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് പോയ ആളുകളുണ്ട്. അതിലൊരു മലയാളി മാത്രമാണ് ഇവിടെ പിന്നെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടി 25,000 രൂപ പിരിവിട്ടിട്ട് ഇയാളെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അബ്ദുറഹ്മാൻ ഡോക്ടർ, ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ, ഞങ്ങൾ പോയി സംസാരിച്ച്. ഒരു ഈജിപ്ഷ്യനാണ്, സർജറി കഴിഞ്ഞ അയാൾ നല്ല പ്രൊഫഷണൽ സർജനാണ്, UK പഠിച്ച ആളാണ്. അദ്ദേഹം സർജറി ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് പാരലൈസ് ആയി പോയി. സാധാരണ ഈ ഒരു ഇതിന്റെ സിസ്റ്റമാണ്, 4-5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആരും ആ വഴിക്ക് പോയി നോക്കിയില്ല. കാരണം ആകെ 25,000 കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. അത് 25,000 പിന്നെ ഒരു ഷെയ്ക്ക് പിന്നെ സൗദി ജർമ്മനിക്ക് ചെക്ക് തന്നതാണ്. കുറച്ച് പൈസ നമ്മളെ മലയാളികൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയി കൊടുക്കും. 6 മാസം ആ പേഷ്യന്റ് അവിടെ തന്നെ കിടക്കും. ഒരു മാസം കഴിഞ്ഞതിന്റെ ശേഷം സൗദി ജർമ്മനിൽ ഒരാളെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. അപ്പൊ അവിടെ മലയാളി സിസ്റ്ററാണ്. അല്ല, നിങ്ങൾ ഈ പേഷ്യന്റിന്റെ ആലോചിച്ചല്ല, ഞാൻ ആരുമില്ല, ഇവിടെ ഒരു മലയാളി എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നാണ്. അപ്പോൾ 4.5 ലക്ഷം റിയാൽ അവരുടെ സിസ്റ്റത്തിൽ ബില്ലായിട്ടുണ്ട്. അവസാനം ആ ഹോസ്പിറ്റലാണ് അയാളെ നാട്ടിലേക്ക് എത്തിച്ചത്, പൈസ ഒന്നും കൊടുക്കുക. കക്കാട് ആ ഭാഗത്തുള്ള ഒരാളാണ്. ഒരു സൗദിയുടെ വീട്ടിൽ ആരിസായിട്ട് വന്നാണ്. അയാൾക്ക് അതിനകത്തുള്ള വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധാരണ ശമ്പളക്കാരനാണ്. കുട്ടികളെ മദ്രസയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരിസ മത ഡ്രൈവറായിട്ടാണ് വന്നത്. 4-5 ലക്ഷം റിയാൽ ആ ഹോസ്പിറ്റലിൽ ബില്ലായിട്ട് അത് പിന്നെ ഹോസ്പിറ്റലിൽ ഒഴിവാക്കുക ചെയ്തു. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈ പേഷ്യന്റിനൊന്ന് കൊണ്ടുപോയി തന്നാൽ മതി വിടുന്നതാണ്. അവസാനം പിന്നെ അവരെന്നെ നമ്മൾ ടിക്കറ്റ് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അവരെ കൂടി തന്നെ അയാളെ നാട്ടിലെത്തിച്ച്. മറ്റുള്ള ചെലവുകളൊന്നും അവർ വാങ്ങിയില്ല. കാരണം കിട്ടാൻ വേറെ മാർഗമില്ല എന്നുള്ള നിലയ്ക്ക്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതികള്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏതൊരു പേഷ്യന്റിനെയും കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു സംഗതി, ഗവൺമെന്റിൽ കൊണ്ടുപോകാൻ ലെമൂസി വിളിച്ചിട്ട് ഗവൺമെന്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാർഡിയോഗ്രാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഏത് പ്രശ്നത്തിനും ആ സ്പോട്ടിൽ അത് ചെയ്തിരിക്കും. അത് ചെയ്യൂല എന്നുള്ള ആ ഒരു ടെൻഡൻസി വേണം. അങ്ങനത്തെ കേസുകൾ ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലിലും അവർ ചെയ്യൂല. ഇനിയിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പ്രൈവറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗവൺമെന്റ് ആണ് എപ്പോഴും. ഈ തലചുറ്റൽ അതല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കാനുള്ള പ്രശ്നമാണ്. തലചുറ്റല് ക്ഷീണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓറഞ്ച് ജ്യൂസോ അതല്ലെങ്കിൽ ടാങ്ക് ഇതുപോലുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ ഈ ചൂട് സമയത്ത് ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കായിട്ട് നമ്മൾ വയറ് കാലിയായിരിക്കുന്ന സമയത്ത് അത്രയും സാധനങ്ങൾ കുടിക്കാതിരിക്കുക നല്ലത്. കാരണം മധുരമുള്ള സാധനം, ഓറഞ്ച് ജ്യൂസ്, ഇതിലൊക്കെ ഒരു ആസിഡ് പവർ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക നല്ലത്. ഇപ്പൊ നമ്മൾ ഈ സന്തോപ്പ് അതുപോലെ തന്നെ മറ്റുള്ള ജ്യൂസുകൾ ഇതൊന്നും കഴിയുന്നതും കഴിക്കാതിരിക്കുക നല്ലത്.
കൂടി ബെറ്റർ. നമ്മൾ വിചാരിക്കും പവർ റോസ് കുടിച്ചാൽ അല്ലെങ്കിൽ റെഡ് ബുൾ കുടിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും. അതിനേക്കാളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യാം. എപ്പോഴും ഏറ്റവും നല്ലത് നിങ്ങൾ പിന്നെ ഗ്ലൂക്കോസ് വെള്ളം കലക്കിയിട്ട് അത് കയ്യിൽ വെച്ചാൽ മതി. കുറേശ്ശെ ഒരു ഇപ്പം തണുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ തണുപ്പിൽ കഴിച്ചാലും വലിയ പ്രശ്നമില്ല. മറ്റുള്ള എനർജി ഡ്രിങ്ക്സുകളൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് കഴിയുന്നതും. അത് സ്റ്റൊമക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ലൂസ് മോഷൻ ഉണ്ടാവും, പെട്ടെന്ന് ബ്ലീഡിങ്, ഇതൊക്കെ വരാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്രയും സംഗതികളൊന്നും ആരും ഈ നാരങ്ങ വെള്ളം ചെറുനാരങ്ങ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ വിചാരിക്കും ഇതൊക്കെ നല്ല കഴിക്കാൻ നല്ല സുഖമായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ അത്രയും കൂടി കഴിക്കണമെന്ന് തോന്നിപ്പോകും. അപ്പൊ കഴിയുന്നത് അത്രയും വെള്ളങ്ങൾ കഴിക്കാതിരിക്കാൻ നല്ലത്. എങ്ങനെ? ഈത്തപ്പഴം ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സംഗതിയാണ്. ഈത്തപ്പഴം ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സാധനമാണ് ഈത്തപ്പഴം. മറ്റുള്ള പ്രോട്ടീനിന് അത്ര ഇതില്ല, ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള സംഗതികൾ. പക്ഷെ അത് ഷുഗറും കാര്യങ്ങളും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം നല്ലോണം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് 2-3 ഈത്തപ്പഴം കഴിച്ചാലും വലിയ പ്രശ്നം. ഷുഗറുള്ള ആളുകൾ അത്രയും സംഗതികൾ കഴിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. അതെ, അത് എപ്പോഴും നിങ്ങൾ 1-2 ടാബ്ലറ്റ്സ് എല്ലാവരുടെ കയ്യിലും കരുതുക. 2-3 ടാബ്ലറ്റ്സ് ഞാൻ ഇവിടുന്ന് തരാം, അത് നിങ്ങൾ എല്ലാവരുടെ കയ്യിലും കരുതുക. പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും നല്ലത് അവിടുത്തെ ഡിസ്പെൻസറിയിൽ പോവായിരിക്കും നന്നാവാം. എപ്പോഴും നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കാതെ ആരും പിന്നെ ആളുകളായിട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം പല രാഷ്ട്രക്കാരുള്ളതാണ്, പല നാട്ടുകാരും പല രീതിയിലും ഉള്ളവരാണ്. ചിലവരെ സ്മെൽ അടുത്തേക്ക് തന്നെ ചെല്ലാൻ പറ്റില്ല. ഈ പാകിസ്ഥാനികൾ അതുപോലെ ചില ആളുകൾ, ചിലവർ പിന്നെ തിരുമ്പി കുളിക്കാത്ത ആൾക്കാരുണ്ടാവും. തല മാത്രം കഴുകുന്ന ആൾക്കാരുണ്ട്, വേറെ ഉള്ള എവിടെയും കഴുകില്ല, തല മാത്രം കഴുകും. അങ്ങനത്തെ ആളുകൾ ഈ അഫ്ഗാനികളെ പോലെ തല മാത്രം കഴുകുന്നവര്, തലയും 2 കൈയിന്റെ തൊപ്പും മാത്രം കഴുകും, വേറെ എവിടെയും അവർ കേൾക്കില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. ഈ അഫ്ഗാനികളൊക്കെ അധികം അതാ ചെയ്യല്. അല്ലെങ്കിൽ ഒരു ശീല വെള്ളത്തിലിട്ട് മുക്കിയിട്ട് ഒറ്റ തൊടയിൽ. അപ്പോൾ എപ്പോഴും മാസ്ക് എല്ലാവരും നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. വളണ്ടിയേഴ്സ് എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം. നിർബന്ധമായിട്ടും കാലിൽ ഷൂ ധരിച്ചിരിക്കണം. അത് പിന്നെ സാധാരണ നമ്മൾ ഓഫീസിലിടുന്ന ഷൂകൾ ഇടുകയും ചെയ്യരുത്. ക്യാൻവാസ് അങ്ങനെ എന്തെങ്കിലും ഇതുള്ള ഷൂ ആയിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് സേഫ്റ്റി നടക്കാനൊക്കെ. എപ്പോഴും ചെരുപ്പ് കഴിയുന്നത് ഒഴിവാക്കായിരിക്കും നന്നാവാം. കാരണം അത് അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഹജ്ജിന് ഇവിടെ ഈ നമ്മളെ ഈ ഇവിടെ ഒരു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഹോട്ടലിൽ ഒരു മലയാളി മീനായിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചെമ്പിലേക്ക് വീണു. ഒരു മലയാളി. നമ്മളെ ആളുകൾക്കാണ് ഇത്രയും അപകടങ്ങൾ പറ്റാം. 5 ആൾ കൂടിയിട്ട് വലിയൊരു ചെമ്പെടുത്ത് മാറ്റി വെച്ചത്. എല്ലാ വർഷവും പോകുന്ന ആളാണ്. വെള്ളം അരി പിന്നെ ചോറും വെന്തുകൊണ്ടിരിക്കുന്ന ചെമ്പിലേക്ക് ഫുള്ളായിട്ട് തൊലി പോയി ശരീരത്തിലെ ആളുടെ. 3 മാസം 4 മാസം ഇവിടെ കിടന്നിട്ടാണ് പിന്നെ നാട്ടിലേക്ക് പോയത്. അപ്പൊ നമ്മളെ ആളുകൾക്കാണ് ഇത്രയും അപകടങ്ങൾ. ഒരുവിധ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത് അപകടം. താമിയ മെഷീൻ്റെ ഉള്ളിൽ, ഇതിനു മുമ്പ് താമിയ മെഷീൻ്റെ ഉള്ളിൽ കൈ കൊടുക്കുന്ന ആളുകൾ ഏക ആൾക്കാർ മലയാളികളേക്കാണ്. വേറെ ഉള്ളവർക്കൊന്നും അത് കുടുങ്ങില്ല, നമുക്ക് മാത്രമേ കുടുങ്ങൂ. അപ്പോ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നമ്മളെ ആളുകൾക്കാണ് ഉണ്ടാവുക എപ്പോഴും. ഇവിടെ ചില ആളുകൾ നമ്മുടെ റഫ പോളിക്ലിനിക്കിൽ ഒരു മലയാളിയുടെ ഇവിടെ 3-4 പേരിൽ കട്ടയും. അന്നൊരു ഡോക്ടർ സാനവാസ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ല സർജൻ ഉണ്ടായിരുന്നു. അയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പിന്നെ ഏറ്റവും അറിയപ്പെടുന്ന സർജൻ. അദ്ദേഹം ഉള്ളത് കൊണ്ട് കമ്പിയും അവിടെ തന്നെ വെച്ചിട്ട്, അവരൊക്കെ ഏത് വരാന്തയിലും വെച്ച് സർജറി ചെയ്യുന്നവരാണ്. അവിടെ തന്നെ വെച്ചിട്ട് 2-3 പേരിൽ ഒരു പ്ലേറ്റിൽ ഇരിക്കുന്നുണ്ട്, ഒരു പേരിൽ തൂങ്ങിയിരിക്കുന്നുണ്ട്. ഇത് 4 അവിടെ തന്നെ വെച്ച് മണിക്കൂറുകൾ വെച്ച് തുന്നി ക്ലിയറാക്കി ആ പേഷ്യന്റിനുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരാളായിട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു അപകടം എപ്പോഴും കരുതണം. ചില ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത ആളുകൾ നമ്മളുടെ ബാക്കിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരിക്കലും കൊണ്ടുപോകരുത്. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഒരു സൈഡ് പിടിക്കാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾക്ക് സേഫ്റ്റി ഏത് സൈഡാന്നുള്ളത് നോക്കിയിട്ട് ആ സൈഡ് നമ്മൾ പിടിച്ചു കൊണ്ടുപോകാം. കൂട്ടിപ്പിടിച്ച് ഒരിക്കലും കൊണ്ടുപോകരുത്. അത് അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മൾക്കായിരിക്കും അപകടം സംഭവിക്കാം. അതെപ്പോഴും ശ്രദ്ധിക്കാം ഏത് സംഗതിയും.
ഇനി കാര്യമായിട്ട് 12 മണിയായി, നാളെ ജോലി ഡ്യൂട്ടി ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഒന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന ബഹുമാനായ ലത്തീഫ് സാഹിബിന് ജിദ്ദ വിക്കായക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.